ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്. പ്രഭാതവന്ദനം. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഗോത്രപിതാക്കന്മാർ യോസേപ്പിനോട് അസൂയപ്പെട്ട് അവനെ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 39:2 പറയുന്നു: യഹോവ യോസേപ്പിനോട് കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് അവൻ കൃതാർത്ഥനായി. മിസ്രൈമിനായ യജമാനന്റെ വീട്ടിൽ അവൻ പാർത്തു. ദൈവമക്കളെ, സ്വപ്നത്തിന്റെ പേരിൽ തകർക്കപ്പെട്ട യോസേഫ്, സ്വപ്നത്തിന്റെ പേരിൽ സഹോദരങ്ങളും ആമേൻ സ്വന്തം പിതാവ് പോലും തള്ളിപ്പറഞ്ഞ യോസേഫ്, സ്വപ്നത്തിന്റെ പേരിൽ സകലതും നഷ്ടപ്പെട്ട യോസേഫ്, ആരും കൈത്താകാനില്ലാതിരിക്കുമ്പോൾ, ആരും തനിക്ക് വേണ്ടി സമ്പാദിക്കാനില്ലാതിരിക്കുമ്പോൾ, ആരും തന്നെ കാണാതിരിക്കുമ്പോൾ, ഇവിടെ വായിക്കുന്നു ഉൽപ്പത്തി 39:2 പറയുന്നു: യോസേപ്പിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട്, യഹോവ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് അവൻ കൃതാർത്ഥനായി. ദൈവ പൈതലേ, ദൈവം നിന്റെ കൂടെ ഉണ്ടോ? നീ കൃതാർത്ഥനാകും. നിന്റെ പ്രശ്നങ്ങൾ വലുതായിരിക്കാം, നിന്റെ പ്രതികൂലങ്ങൾ വലുതായിരിക്കാം, നിന്റെ നഷ്ടങ്ങളും കഷ്ടങ്ങളും വലുതായിരിക്കാം. ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ കാര്യസ്ഥൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ കൃതാർത്ഥനാകും. നീ സംശയിച്ചു നിൽക്കരുത്, നീ പതറരുത്. ദൈവം നിന്റെ കൂടെ, പരിശുദ്ധാത്മാവിന്റെ കാര്യസ്ഥൻ നിന്റെ കൂടെ ഉണ്ടെന്നേ. അതുകൊണ്ട് നീ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ആമേൻ. യോസേപ്പിന്റെ ചുറ്റും ആമേൻ സഹോദരന്മാർ അവനെ പൊട്ടക്കുഴിയിൽ ഇട്ടപ്പോഴും അവനെ തിരികെ കയറ്റി. അവനെ മിസ്രൈമിന്റെ ഭവനത്തിൽ അവനെ പാർപ്പിച്ചു. ആമേൻ. അവിടെ നിന്നും അവൻ ഓടി കാരാഗ്രഹത്തിലെത്തിയിട്ടും കാരാഗ്രഹത്തിന്റെ അകത്തും ഒറ്റപ്പെടൽ അനുഭവിച്ചവൻ. കൂടെ നിന്നവർ മറന്നുപോയി, കൂടെ നിന്നവർ, കൂടെ ജയിലിൽ കിടന്നവർ ആമേൻ മുഖസ്തുതികൾ പറഞ്ഞു. പക്ഷെ അവരും മറന്നുപോയി. പക്ഷെ ദൈവത്തിന് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. ഫറവോന് സ്വപ്നം കൊടുത്ത് ഫറവോന്റെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തി. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നിനക്ക് വേണ്ടി ആര് ചലിച്ചില്ലെങ്കിലും ദൈവം നിനക്ക് വേണ്ടി ചലിക്കും. ആരും നിനക്ക് വേണ്ടി എഴുന്നേറ്റില്ലെങ്കിലും ദൈവം നിനക്ക് വേണ്ടി എഴുന്നേറ്റും. ആരും നിനക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തില്ലെങ്കിലും ദൈവം നിനക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യും. ഇന്ന് ഈ പ്രഭാതത്തിൽ ആർക്കൊക്കെയോ വേണ്ടി ദൈവം റെക്കമെൻഡേഷൻ ചെയ്യുന്നു, ആർക്കൊക്കെയോ വേണ്ടി ദൈവം സംസാരിക്കുന്നു, ആർക്കൊക്കെയോ വേണ്ടി ദൈവം ഇടപെടലുകൾ നടത്തുന്നു. ഇന്ന് പകൽ വിശ്വസിക്കുക, യോസേപ്പിന് വേണ്ടി ദൈവം അവനെ കൃതാർത്ഥനാക്കിയതുപോലെ ഇന്ന് പകൽ നിനക്ക് വേണ്ടി ദൈവം മുന്നമേ കടന്നുപോയി. ആമേൻ. പൊട്ടക്കുഴിയിൽ നിന്ന് നിന്നെ കയറ്റിയത് വെറുതെയല്ല. പോത്തിഫറിന്റെ ഭവനത്തിൽ നിന്ന് നിന്നെ ജയിലിലേക്ക് കയറ്റിയത് വെറുതെയല്ല. എന്തിനു വേണ്ടിയിട്ടറിയാമോ? നിന്നെ മന്ത്രിസ്ഥാനത്ത് ഇരുത്തുവാൻ വേണ്ടിയാണ്. ആമേൻ. നീ പലപ്പോഴും കഷ്ടതയുടെ നടുവിൽ നീ പതറിപ്പോയല്ലേ? ആമേൻ. വേദനകൾ വന്നപ്പോൾ നീ പതറിപ്പോയല്ലേ? ആമേൻ. ചുറ്റും നിൽക്കുന്നവർ നിന്നെ പരിഹസിച്ചില്ലേ? നിന്റെ മിനിസ്ട്രിയെ പലരും വിരല് ചൂണ്ടിയില്ലേ? ആമേൻ. അവന്റെ ശുശ്രൂഷയെ, ആമേൻ, നിന്റെ ശുശ്രൂഷയെ പറ്റി പലരും വിരല് ചൂണ്ടി സംസാരിച്ചില്ലേ? പലരും നിന്നെ ഒറ്റപ്പെടുത്തിയില്ലേ? പലരും നീ നിന്ന സ്ഥാനത്ത് നിന്ന് നിന്നെ പിടിച്ചിറക്കിയില്ലേ? പക്ഷേ ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, നിന്നെ പിടിച്ചിറക്കിയ സ്റ്റേജിനേക്കാൾ, നിന്നെ പിടിച്ചിറക്കിയ ഇരിപ്പിടത്തെക്കാൾ അതിനും ശ്രേഷ്ഠമായ മേൽത്തരമായ ഒരു ഇരിപ്പിടം ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്നു. അതിനു വേണ്ടിയുള്ള ചില കാരാഗ്രഹവാസങ്ങളും, അതിനു വേണ്ടിയുള്ള ചില ഹല്ലേലൂയ തടസ്സങ്ങളും, അതിനു വേണ്ടിയുള്ള ചില പ്രതികൂലങ്ങളും, അതിനു വേണ്ടിയ ചില കഷ്ടങ്ങളും നിന്റെ ജീവിതത്തിൽ വന്നു കാണാം. നീ പതറിപ്പോകരുത്, നീ പതറിപ്പോകരുത്. ആമേൻ. ഇന്ന് പകൽ ആമേൻ ദൈവത്തോടൊപ്പം ചേർന്ന് നടക്കുക, പരിശുദ്ധാത്മാവിന്റെ കാര്യസ്ഥനോടൊപ്പം നീ ചേർന്ന് നടക്കുക. നീ കൃതാർത്ഥനാകും. ആമേൻ. ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇട്ടപ്പോൾ പ്രഭാതത്തിൽ ആമേൻ രാജാവ് എഴുന്നേറ്റ് വന്ന് വിളിച്ചു. ആമേൻ പറയുന്ന വാക്കുണ്ട്. ആമേൻ. അല്ലയോ ദാനിയേലേ, ആമേൻ, നിന്റെ ദൈവം നിന്നെ വിടുവിപ്പാൻ ശക്തനായോ? ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരികയാണ് നിന്നെ കൃതാർത്ഥനാക്കുവാൻ. ആമേൻ. അവൻ ചെയ്യുന്നതൊക്കെയും
സാധിക്കും. ഇന്ന് പകൽ നീ എക്സാം എഴുതാൻ പോവുകയാണോ? ഇന്ന് പകൽ കോടതിയിലേക്ക് പോവുകയാണോ? ഇന്ന് പകൽ നിന്റെ പല വിഷയത്തിൽ ഭാരപ്പെടുകയാണോ? ഇന്ന് പകൽ കുടുംബജീവിതം തകർന്ന് നിരാശയുടെ പക്കൽ നിൽക്കുന്നോ? ശുശ്രൂഷയുടെ മണ്ഡലങ്ങളിൽ നീ കെട്ടപ്പെട്ട് കിടക്കുന്നുവോ? ശുശ്രൂഷയുടെ മേഖലകളിൽ നിന്നെ ഇടിച്ചു താഴ്ത്തിയോ? ഇന്ന് പകൽ ദൈവം പറയുന്നു, എഴുന്നേൽക്ക്, നിനക്ക് ഇനി മുന്നോട്ട് പോകാനുണ്ട്. ഇനിയും അനേകരെ ആമേൻ അഭിഷേകം ചെയ്ത് വേർതിരിക്കാനുണ്ട്. നീ ഭയപ്പെടല്ലേ, കാരണം ദൈവത്തിന് നിന്നെ കൃതാർത്ഥനാക്കണം. അവന്റെ ആത്മാവിനാൽ അവൻ നിന്നെ കൃതാർത്ഥനാക്കും. ആമേൻ, ധൈര്യമായിരിക്കുക. നിന്റെ വാഗ്ദത്തവും നിന്നോടുള്ള അരുളപ്പാടും നിന്നോടുള്ള പ്രവചനത്തിലും ദൈവം വിശ്വസ്തനാണ്. എഴുന്നേൽക്കുക, അവൻ നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്നു.